ഹലോ ഫ്രണ്ട്സ്, എസ് എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിലെ ലൈവിലെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ തന്നെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ഹൈജീൻ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ഏറ്റവും ഹൈജീൻ കുറഞ്ഞ ആൾക്കാരും കണ്ടുപിടിക്കാനായിരുന്നു ടാസ്ക്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ പേര് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഹൈജീൻ ആയിട്ടുള്ള ആളെ ഡോക്ടർ ബിന്നീനെയാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഹൈജീന് ഉള്ള ആൾക്കാരെ 3 വോട്ട് വീതം നമ്മുടെ രേണു ചേച്ചിനെയും അതുപോലെ തന്നെ അനീഷിനെയും റന ഫാത്തിമേനെയും അങ്ങനെ 3 പേർക്കാണ് 3 വോട്ട് വീതം വന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഹൈജീൻ ഉള്ളവർ അനീഷും രേണും റന ഫാത്തിമയും ആയിരുന്നു. അങ്ങനെ ആ ടാസ്കൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ രേണുവിൻ്റെ ഒരു നാടകമാണ്, കരച്ചിൽ നാടകമാണ്. രേണുവിന് മുമ്പത്തെ സെപ്റ്റിക് ടാങ്ക് വിഷയം കിട്ടിയതിന് ശേഷം അതുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ച നടന്നു. അതിനുശേഷം പിന്നെ വിഷയമൊന്നും ഇല്ലാണ്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങി രേണു അവിടെ ഉണ്ടോയെന്ന് വരെ നമുക്ക് സംശയമായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് കറക്റ്റ് രേണുവിന് അടുത്തൊരു വിഷയം കിട്ടിയത്, ഒരു പാൻ വിഷയം. അപ്പം ഈ ഹൈജീൻ കുറവുള്ള കാര്യത്തെ പറഞ്ഞ് നമ്മുടെ അനു ആണ് രേണു ചേച്ചിനെ. അനുവും ശൈത്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അനു പറഞ്ഞതാണ് രേണുവിന് കൂടുതൽ വിഷമമായതെന്നാണ് പറയുന്നത്. അതായത് അനു രേണുവിൻ്റെ തലയിലെ കുളിക്കാത്ത കാര്യം, അതുപോലെ തന്നെ പാനിൻ്റെ കാര്യം, തല ചൊറിയുന്ന കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് രേണുവിന് ഹൈജീൻ കുറവാന്ന് പറഞ്ഞത്. അപ്പം അത് രേണുവിന് ഭയങ്കരമായിട്ട് വിഷമമായെന്ന് പറഞ്ഞിട്ട് ലൈവിലിപ്പോൾ ഫുൾ കരച്ചിലും എല്ലാവരും ചുറ്റുകൂടലും മനു പറഞ്ഞത് മോശമായി പോയെന്നുള്ള പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ രേണുവിനൊരു വിഷയദാരിദ്ര്യമായിട്ട് ഇരിക്കുകയായിരുന്നു. രേണുവിന് ഇങ്ങനത്തെ കുറച്ച് കാര്യം. മറ്റത് നമ്മുടെ അക്ബർ സെപ്റ്റി ടാങ്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് കുറേ നാൾ കരച്ചിലും ക്യാമറയിൽ നോക്കി പറച്ചിലുമായിട്ട് കുറേ നാൾ കൊണ്ടു നടന്നു. ഇനിയിപ്പോൾ നമ്മുടെ അനുവിൻ്റെ ഇതിപ്പോൾ ഇല്ലാത്ത കാര്യമൊന്നുമല്ല. രേണുവിൻ്റെ ഹൈജീൻ കുറവും മുമ്പും ചർച്ചയും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സരിക രേണുവിൻ്റെ പാനിനെ കുറിച്ചും പാന പറത്തി വിടുന്ന കാര്യത്തെക്കുറിച്ചും തല ചൊറിഞ്ഞ് നടക്കുന്ന കാര്യത്തെക്കുറിച്ചും എല്ലാ ഹൈജീൻ കുറവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച പുള്ളിക്കാരി ഇത് അഭിനയിച്ച് കാണിക്കണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആൾ ഒളിഞ്ഞും പാത്തുവാ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മുടെ അനുമോൾ ഇത് പബ്ലിക്കായിട്ട് ഒരു ടാസ്ക് കിട്ടിയപ്പോൾ എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞു. അപ്പം അത് രേണുവിന് ഭയങ്കര വിഷമമായി മാറ്റി നിർത്തി പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഈ ബിഗ് ബോസ് വീട്ടിൽ എവിടെ മാറ്റി നിർത്തി പറഞ്ഞാലും ഈ ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം അത് ചിന്തിച്ചുകൂടെ രേണുവിന്. അപ്പം എന്നിരുന്നാലും ഈ രേണു പറയണത് അതിൻ്റെ റീസണായിട്ട് പറയണത് ആൾ ഈ എയർ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും ട്രീറ്റ്മെൻറ്റ് ബാക്കിയുണ്ട്, പിന്നെ ആളുടെ തലയിൽ വാഷ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളാണ് പറയണം. അപ്പോൾ ബാക്കി എല്ലാവരും പറയുന്നത് ഈ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്നത് ഇത് 2-3 ദിവസം, ആഴ്ചയിൽ ഒരു 3 ദിവസമോ 2 ദിവസം ഇങ്ങനെ മിനിമം കുളിച്ചുകൂടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ തലയിൽ ഇമാതിരി പാനും ഇത്രയും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരണമെങ്കിൽ എത്ര അൺഹൈജീനിക് ആയിട്ടായിരിക്കാം ആ തല വെച്ചിട്ടുണ്ടാവുക. ഒബിയസ്ലി എന്തായാലും കൂടെ ഉള്ളവർക്ക് എന്തായാലും അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അത് അവനവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത് സ്വന്തമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കള്ളത്തരമായിട്ട് മാറും. കാരണം അവനവൻ്റെ അത് പുറത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറയണം. കാരണം എങ്ങനെ ടൈം കിട്ടാൻ? രേണുവിന് ഈ ആൽബങ്ങളും ഈ ഫിലിമുകളും അവിടെ ഇവിടെ ഓടി നടന്ന് ഇൻ്റർവ്യൂസ് എല്ലാം ഓടി നടന്ന് കൊടുക്കാനുള്ള സമയമല്ലേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇടയിൽ സെൽഫ് കെയറും അതുപോലെ തന്നെ ഹൈജീനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൈം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് പുറത്ത് സമയം കിട്ടിയില്ല. ഇപ്പോൾ കരച്ചിൽ കണ്ടു. ഇത് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ബിഗ് ബോസിനോട് വിഷമം പറയുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ഞാൻ കാരണം ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവേണ്ട, എനിക്ക് എന്തായാലും പുറത്തേക്ക് വരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് രേണു പറയണതാണ്. രേണുവിന് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ ഇത്രയും നിർബന്ധിച്ച് രേണുവിനെ ഇതിൻ്റെ അകത്ത് കയറ്റിയെന്ന് അറിയില്ല. കാരണം എത്രയോ ആൾക്കാരുടെ അവസരമാണ് രേണു നഷ്ടപ്പെടുത്തുന്നത്. ഇത്രയും കോൺഫിഡൻസ് ഇല്ല, ഇത്രയും ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനാ അതിൻ്റെ ഉള്ളിൽ. കഴിഞ്ഞ ദിവസം ലാലേട്ടനോട് കഴിഞ്ഞ ദിവസം പറയണ കേട്ടു, ഇതുപോലെ തന്നെ എന്തൊരു സെപ്റ്റി ടാങ്കിൻ്റെ വിഷമം ഉണ്ടായപ്പോഴാണെന്ന് തോന്നുന്നുണ്ട്, ലാലേട്ടൻ ഒന്ന് പേര് വിളിച്ച് അതിൻ്റെ അകത്ത് കയറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇനി എനിക്ക് പോയാലും കുഴപ്പമില്ലാന്ന്. അപ്പം ഇങ്ങനത്തെ നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഇത്രയും പേര് കൊതിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുന്നത്. അത് തന്നെ ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ അവിടെ പെട്ടു പല കാര്യങ്ങൾ കൊണ്ട് എത്തിപ്പെട്ടു. അപ്പോൾ ഇത് വിളിക്കുന്ന സമയത്ത് അത്രയും കോൺഫിഡൻറ്റ് കുറവാണ്, അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വെറുതെ പോകുന്നത്? ആരും നിർബന്ധിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണതല്ലല്ലോ. അപ്പോൾ സ്വയം വിചാരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം ഇമാതിരി കരഞ്ഞു കൂവി എനിക്ക് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തേക്ക് വരണം, ഇവിടെ ആർക്കും ഞാൻ കാരണം ബുദ്ധിമുട്ടാവരുത്, എനിക്ക് പുറത്ത് വന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യണമെന്ന്. നമുക്കത് തോന്നുന്നില്ല. കാരണം ഇനിയും രേണു പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും ഇതിൻ്റെ ഉള്ളിലുള്ള കുറ്റങ്ങളും ബിഗ് ബോസിൻ്റെ കുറ്റങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കും. അപ്പം നമുക്ക് ഈ ഹൈജീൻ്റെ കാര്യമൊന്നും നമുക്ക് പുറമെന്ന് കാണുമ്പോൾ ഇത്ര നാൾ പുറത്ത് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ തലയിലത്തെ കാര്യം ഇതൊന്നും അറിയില്ല. പക്ഷെ ഒരാളുടെ ഇങ്ങനെ ലൈവായി ഇതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇവരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്നത്.
അപ്പോൾ രേണുവിൻ്റെ ഫാൻസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർമിക്കൊക്കെ ഒരു കണ്ടന്റ് കിട്ടാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. എത്രയോ ആർമീസിന് എത്രയോ കാശും കൊടുത്ത് കുറേ ആർമികളെയും സെറ്റ് ചെയ്ത് ഓരോ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ കാണാൻ പലരുടെയും രേണുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കുറേ ആർമിക്കാർ ആ അക്കൗണ്ടിൽ നിന്നൊക്കെ ഇറങ്ങിയേക്കണത്. അപ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത കാശിന് ഒരു പണിയില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു കണ്ടന്റ് രേണുവിൻ്റെ കണ്ടാലല്ലേ അതൊന്ന് ഇച്ചിരി ഹൈപ്പ് കൂട്ടിയിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. രേണുവിനെ സത്യം പറഞ്ഞ് ക്യാമറയിലേ കാണിക്കുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു സാധനവും കിട്ടാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കണ്ടന്റ് കിട്ടിയത്. ഇതിനിപ്പോൾ ഇങ്ങനത്തെ പാൻ കണ്ടന്റ് എങ്ങനെ ഹൈപ്പ് ചെയ്ത് ഇവർ പബ്ലിക്കിൽ എത്തിക്കുന്ന അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, കുറച്ച് മറ്റേ ശോകപ്പാട്ടുകളൊക്കെ ഇട്ടിട്ട് കുത്തിത്തിരികി രേണു വിഷമിച്ചിരിക്കുന്നതും ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സുദ്ധിച്ചേട്ടാ കിച്ചുമോനെ എന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് വരും. ഇപ്പം എന്തായാലും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതും പറഞ്ഞ് എനിക്ക് വിഷമമായി പോയി, പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്നെ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമം പറയുന്നുണ്ട്. എല്ലാവരും ചുറ്റും കൂടി നിന്നിട്ട് രേണുവിനെ കിടന്ന് ആശ്വസിപ്പിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇൻഡയറക്റ്റായിട്ട് പലരും രേണുവിൻ്റെ വൃത്തിയില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റായിട്ട് അത് പബ്ലിക്കിന് മുമ്പ് അല്ലെങ്കിൽ രേണുവിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത് അനു മാത്രം. അപ്പം ഇൻഡയറക്റ്റായി പറയുന്നവരെക്കാളും ബെറ്ററായിട്ട് എനിക്ക് അനുവിനെ തോന്നി. എന്തായാലും അവർ എന്തായാലും മറ്റുള്ളവരെ പോലെ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നിട്ടില്ലല്ലോ. അതും ഈ ക്യാമറയുടെ മുമ്പിൽ ഈ ലക്ഷങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. കാരണം ഈ അനു പറഞ്ഞ ഈ പാൻ്റെ പ്രശ്നത്തിനേക്കാൾ മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ സരിക പറഞ്ഞ വിഷയം, അതായത് സരിക നമ്മുടെ രേണുസുധിയുടെ അൺഹൈജീനെ കുറിച്ചും അതുപോലെ പാൻ പറന്ന് നടക്കുന്ന സംഗതികളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എയറിൽ ഔട്ടായിട്ടുണ്ട് ഈ അനു പറഞ്ഞ വിഷയത്തിന് മുമ്പ്. പക്ഷേ അതിനെക്കുറിച്ച് രേണുവിനോ ബാക്കി പകുതി മുക്കാലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്കോ അറിയില്ല. കാരണം അവരിത് കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ അനു ഇവരുടെ മുമ്പിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞത് മാത്രമേ ഇവർ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അനുവിനെ എല്ലാവരും ഇത് പറഞ്ഞത് മോശമായെന്നുള്ള രീതിയിൽ പറയുന്നുമുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ എത്ര ദിവസം രേണുവിൻ്റെ കരച്ചിലും സുധിച്ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറയണതും കിച്ചുമോനെ പിടിച്ചിരിക്കുന്നതും ഇതൊക്കെ കാണേണ്ടി വരുന്ന അറിയില്ല. എന്തായാലും രേണു ആർമിക്ക് ഒരു ചെറിയൊരു സന്തോഷം കിട്ടി. കൊടുത്ത കാശിന് ഒരു ചെറിയ പണി എടുക്കാനുള്ളൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് രേണു ഫാൻസ് തകർക്കുക. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് വരാം. ടാറ്റ ബൈ ബൈ.